മുണ്ടക്കൈ ചൂരൽമല മഹാദുരന്തത്തെ അതിജീവിച്ചവർക്കായി സർക്കാർ നിർമ്മിച്ചു നൽകുന്ന കൽപ്പറ്റ ടൌൺഷിപ്പ് യാഥാർത്ഥ്യമാകുന്നു. ടൌൺഷിപ്പിന്റെ ഒന്നാം ഘട്ട ഉദ്ഘാടനം ബുധനാഴ്ച മുഖ്യമന്ത്രി നിർവഹിക്കും. 178 ഗുണഭോക്താക്കൾക്കുള്ള പട്ടയവും മുഖ്യമന്ത്രി വിതരണം ചെയ്യും. കോൺഗ്രസ് പ്രഖ്യാപിച്ച വീടുകളുള്ള തറക്കല്ലിടൽ വ്യാഴാഴ്ച രാഹുൽ ഗാന്ധി ഉദ്ഘാടനം ചെയ്യും. വയനാടിന്റെ അതിജീവനത്തിന് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച ടൌൺഷിപ്പിന്റെ ഉദ്ഘാടനവും പട്ടയ വിതരണവും അടുത്ത ബുധനാഴ്ച. 410 വീടുകളും അനുബന്ധ സൗകര്യങ്ങളും വിഭാവനം ചെയ്യുന്ന ടൌൺഷിപ്പിന്റെ ഒന്നാം ഘട്ടത്തിൽ 178 വീടുകളാണ് കൈമാറുന്നത്. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇക്കാര്യം അറിയിച്ചത്. നേട്ടത്തിലേക്കുള്ള യാത്ര എളുപ്പമായിരുന്നില്ലെന്നും പദ്ധതി തകർക്കാൻ ചിലർ ശ്രമിച്ചുവെന്നും ഫേസ്ബുക്ക് കുറിപ്പിൽ മുഖ്യമന്ത്രി. 25-ന് വൈകിട്ട് 4-ന് എൽസ്റ്റൺ എസ്റ്റേറ്റിലാണ് ഉദ്ഘാടന പരിപാടി. കോൺഗ്രസും മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർക്കുള്ള വീടുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കി. ഈ മാസം 26-ന് രാഹുൽ ഗാന്ധി ഉദ്ഘാടനം ചെയ്യും. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിലെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന വീടുകൾ നഷ്ടപ്പെട്ടവർക്ക് കോൺഗ്രസ് പാർട്ടി നിർമ്മിച്ചു നൽകുന്ന വീടുകളുടെ തറക്കല്ലിടൽ കർമ്മം 26-ാം തീയതി, ഈ മാസം 26-ാം തീയതി ഉച്ചയ്ക്ക് 2:30 മണിക്ക് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നിർവഹിക്കുന്നതാണ്. മേപ്പാടി പഞ്ചായത്തിലെ കുന്നമ്പറ്റയിലാണ് വീടുകൾ നിർമ്മിക്കുന്നത്. 6 മാസം കൊണ്ട് വീടുകളുടെ നിർമ്മാണം പൂർത്തിയാക്കാനാണ് KPCCയുടെ തീരുമാനം. ഈ മാസം 28-ന് ആദ്യഘട്ടം നിർമ്മാണം പൂർത്തിയാക്കിയ 50 വീടുകൾ മുസ്ലിം ലീഗ് കൈമാറും. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.